സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ ഒഴുകുന്ന ഒരു ഭീമൻ ചൂടുതരംഗം നാസയുടെ ഉപഗ്രഹം കണ്ടെത്തിയിരിക്കുന്നു. കപ്പലുകൾക്കോ നാവികർക്കോ കണ്ണിൽ കാണാൻ പോലും കഴിയാത്ത ഈ പ്രതിഭാസമാണ് ഇപ്പോൾ ആഗോള കാലാവസ്ഥയിൽ വൻ മാറ്റത്തിന് വഴിതെളിക്കുന്നത്. ഇന്തോനേഷ്യയ്ക്ക് സമീപം ആരംഭിച്ച് കിഴക്ക് ഭാഗത്തേക്ക് നീങ്ങുന്ന ഈ ചൂട് നീരുറവ ഏകദേശം 14,500 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു. നാസയുടെ സെന്റിനൽ-6 ഉപഗ്രഹമാണ് ഇതിനെ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ ഫലമായി സമുദ്ര ഉപരിതലം സാധാരണയേക്കാൾ 15 സെന്റിമീറ്ററോളം ഉയർന്നതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരം ചൂട് തരംഗങ്ങളെ ശാസ്ത്രലോകം വിളിക്കുന്നത് കെൽവിൻ തരംഗങ്ങൾ എന്നാണ്. പസഫിക്കിലെ വ്യാപാരക്കാറ്റുകളുടെ വേഗത കുറയുമ്പോൾ പടിഞ്ഞാറൻ ഭാഗത്തെ ചൂടുവെള്ളം കിഴക്കോട്ട് നീങ്ങുന്നതാണ് ഇതിന് കാരണം. ജനുവരിയിൽ ചെറുതായി തുടങ്ങിയ ഈ തരംഗം മെയ് പകുതിയോടെ പെറു തീരത്ത് ശക്തമായി അനുഭവപ്പെട്ടു. ഇതിന് പിന്നാലെ US കാലാവസ്ഥാ ഏജൻസിയായിട്ടുള്ള NOAA എൽനിനോ പ്രതിഭാസം ഔദ്യോഗികമായി രൂപപ്പെട്ടു എന്ന് പ്രഖ്യാപിച്ചു. 2026 പസഫിക് താപനില ശരാശരിയേക്കാൾ 2 ഡിഗ്രിയിലധികം ഉയരാൻ 63% സാധ്യത പ്രവചിക്കുന്നു. 1997, 2015 എന്നീ വർഷങ്ങളിലേതുപോലുള്ള ശക്തമായ സൂപ്പർ എൽനിനോ ഉണ്ടായേക്കാം. ഇന്ത്യയെ സംബന്ധിച്ച് ഇത് ശുഭവാർത്തയല്ല. ശക്തമായ എൽനിനോ പ്രതിഭാസങ്ങൾ പലപ്പോഴും തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തെ ദുർബലപ്പെടുത്തിയ ചരിത്രമുണ്ട്. എന്നിരുന്നാലും ഇന്ത്യൻ ഓഷൻ ഡൈപോൾ പോലുള്ള ഘടകങ്ങൾ അനുകൂലമായാൽ ഈ ആഘാതം കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ശീതകാലത്തോടെ എൽനിനോ അതിന്റെ പരമാവധി ശക്തിയിലെത്തുമെന്നാണ് നിലവിൽ വിലയിരുത്തൽ. ഇന്ത്യയിലെ മൺസൂണിനെ അടക്കം ഇതെങ്ങനെ ബാധിക്കുമെന്നുള്ളതാണ് ശാസ്ത്രലോകം ഉറ്റുനോക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.